ഇസ്ലാമിക നിയമങ്ങളിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു കാര്യമാണ് മഹറം എന്നുള്ളത്. അവരെ കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്, തൊട്ടാൽ ഒതുമുറിയൂല പോലെയുള്ളത്. ആരാണ് മഹറം? 3 വിധത്തിലാണ് മഹറം ഉണ്ടാകുക. ഒന്ന്, രക്തബന്ധത്തിലൂടെ, ബ്ലഡ് റിലേഷനിലൂടെ, ഉമ്മ മകളൊക്കെ അങ്ങനെ വരുന്നതാണ്. പിന്നെ വിവാഹബന്ധത്തിലൂടെ, കല്യാണം കഴിക്കുന്നതിലൂടെ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പെണ്ണിൻ്റെ ഉമ്മ മഹറമായി തീരുന്നത് പോലെ. മൂന്നാമത്, മുലകുടി ബന്ധത്തിലൂടെയും മഹറം ഉണ്ടായിത്തീരും. ഒരാണിന് രക്തബന്ധം കൊണ്ട് മഹറമായി തീരുന്ന 7 വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മാതാക്കൾ, ഉമ്മ, ഉമ്മയുടെ ഉമ്മ, ഉപ്പയുടെ ഉമ്മ, അതിൻ്റെ മുകളിലെ തലമുറയൊക്കെ ഉമ്മമാർ എന്ന നിലയിൽ മഹറമാണ്. 2, പുത്രിമാർ, മകൾ, മകളുടെ മകൾ, മകന്റെ മകൾ, അതിൻ്റെ താഴോട്ടുള്ളതൊക്കെ ആ രീതിയിൽ മഹറമായി തീരുന്നതാണ്. മൂന്നാമത്തത് സഹോദരിമാർ, പെങ്ങൾ. 3 രീതിയിലാണ് വരിക. ഒന്ന്, സാധാരണ രീതിയിൽ ഉപ്പയും ഉമ്മയൊക്കെ ഒത്ത രീതിയിലുള്ള പെങ്ങൾ. മറ്റൊന്ന്, ഉപ്പാക്ക് മറ്റൊരു ഭാര്യയിലൂടെ ഉണ്ടാകുന്ന പെൺകുട്ടി നമുക്ക് പെങ്ങളായിട്ട് തന്നെ വരിക. ഇനി ഉമ്മാക്ക് മറ്റൊരു ഭർത്താവിലൂടെ ഉണ്ടാകുന്ന പെൺകുട്ടിയും നമുക്ക് പെങ്ങളായിട്ട് തന്നെയാണ് വരിക. 4, പിതാവിൻ്റെ സഹോദരിമാർ, ഉപ്പാന്റെ മകള്, ഉപ്പാന്റെ ഉപ്പാന്റെ മകള്, ഉമ്മാന്റെ ഉപ്പാന്റെ മകള്, അങ്ങനെ മുകളിലേക്കുള്ളതൊക്കെ ഈ ഗണത്തിലാണ് പെടുക. 5, മാതാവിൻ്റെ സഹോദരിമാർ, ഉമ്മാന്റെ പെങ്ങന്മാര്, ഉമ്മാന്റെ ഉമ്മാന്റെ പെങ്ങന്മാര്, ഉപ്പാന്റെ ഉമ്മാന്റെ പെങ്ങന്മാര്, അങ്ങനെ മുകളിലോട്ടൊക്കെ ഉപ്പയുടെ പെങ്ങൾ എന്ന ഗണത്തിൽപ്പെട്ട് മഹറമാകുന്നവരാണ്. 6, സഹോദര പുത്രിമാർ, സഹോദരന്റെ പെൺമക്കൾ, സഹോദരന്റെ മകളുടെ മകൾ, സഹോദരന്റെ മകന്റെ മകൾ, ഇങ്ങനെ താഴോട്ട് വരുന്നതൊക്കെ ഈ ഗണത്തിൽപ്പെടും. 7, സഹോദരീ പുത്രിമാർ, പെങ്ങളുടെ മകൾ, പെങ്ങളുടെ മകളുടെ മകൾ, പെങ്ങളുടെ മകന്റെ മകൾ, ഇങ്ങനെ താഴോട്ട് വരുന്നതൊക്കെ ഈ ഗണത്തിൽ വരുന്നതാണ്. ഒരാണിന് രക്തബന്ധത്തിലൂടെ മഹറമായി തീരുന്ന 7 വിഭാഗക്കാരെയാണ് പറഞ്ഞത്. 3 രീതിയിൽ മഹറമുകൾ ഉണ്ടായിത്തീരുമെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ, രക്തബന്ധം കൊണ്ട് മഹറമായി തീരുന്നതിൽ, ഒരു പെണ്ണിന് രക്തബന്ധം കൊണ്ട് മഹറമായി തീരുന്ന 7 വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പിതാക്കൾ, സ്വന്തം ഉപ്പ, അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും പിതൃപരമ്പരയിൽ വരുന്ന എല്ലാ ഉപ്പമാരും പിതാക്കൾ എന്ന രീതിയിൽ മഹറമാണ്. 2, ആൺമക്കൾ, സ്വന്തം ആൺമക്കൾ, അതുപോലെ തന്നെ മകളുടെയും മകന്റെയും സന്താന പരമ്പരയിൽ വരുന്ന എല്ലാ ആൺമക്കളും ഒരു പെണ്ണിന് ആൺമക്കൾ എന്ന രീതിയിൽ മഹറമാണ്. 3, സഹോദരന്മാർ, നേരെ ജ്യേഷ്ഠാനുജന്മാർ, ഉപ്പാക്ക് മറ്റൊരു ഭാര്യയിൽ ഉണ്ടാകുന്നതും ഉമ്മാക്ക് മറ്റൊരു ഭർത്താവിൽ ഉണ്ടാകുന്നതുമായ ആൺകുട്ടികൾ സഹോദരന്മാർ എന്ന രീതിയിൽ ഒരു പെണ്ണിന് മഹറമാണ്. 4, പിതാവിൻ്റെ സഹോദരന്മാർ, ഉപ്പാന്റെ ജ്യേഷ്ഠാനുജന്മാർ, മാതാവിൻ്റെ സഹോദരന്മാർ, ഉമ്മാന്റെ ജ്യേഷ്ഠാനുജന്മാർ. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ മുൻ തലമുറയിൽ ഉണ്ടാകുന്നവരുടെ സഹോദരന്മാരും ഈ രീതിയിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങൾ എന്ന രീതിയിൽ പെടും. 6, സഹോദരപുത്രന്മാർ. 7, സഹോദരീ പുത്രന്മാർ, നമ്മുടെ സഹോദരൻ്റെ ആൺമക്കൾ, സഹോദരിയുടെ ആൺമക്കൾ. പറഞ്ഞതുപോലെ ഇതിൻ്റെ തലമുറയിൽ ഉണ്ടാകുന്ന സഹോദര സഹോദരിമാരുടെ ആൺമക്കളൊക്കെ ഈ രീതിയിൽ മഹറമാണ്. ഒരു പെണ്ണിന് രക്തബന്ധത്തിലൂടെ മഹറമായി തീരുന്ന 7 വിഭാഗക്കാരെയാണ് ചുരുക്കി പറഞ്ഞത്. ഇനി മുലകുടി ബന്ധത്തിലൂടെയും അതുപോലെ വിവാഹ ബന്ധത്തിലൂടെയും ഉണ്ടായിത്തീരുന്ന മഹറമുകളെ കുറിച്ച് നമുക്ക് പറയാം. മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന മഹറമുകളെ കുറിച്ചാണ് പറയുന്നത്. രക്തബന്ധത്തിലൂടെ മഹറമാകുന്ന 7 വിഭാഗം ആൾക്കാരും മുലകുടി ബന്ധത്തിലൂടെയും മഹറമായി തീരും. എങ്ങനെയാണ് ഈ മുലകുടി ബന്ധം രൂപപ്പെടുന്നത്? ഒരു കുട്ടി ആ കുട്ടിയെ പ്രസവിച്ച മാതാവിൽ നിന്നല്ലാതെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് ചില നിബന്ധനകളോടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുലയൂട്ടിയ സ്ത്രീ ഈ കുട്ടിക്ക് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയാണ്. തീർന്നില്ല, ആ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിക്ക് മുലകുടി ബന്ധത്തിലൂടെയുള്ള പിതാവാണ്. അതിൻ്റെ മുകളിലേക്ക് അവരൊക്കെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയുപ്പമാരായി തീരും. ഇനി ഈ മുല കൊടുത്ത സ്ത്രീക്കും ഭർത്താവിനും മുല കുടിച്ച കുട്ടി മുലകുടി ബന്ധത്തിലൂടെയുള്ള മക്കളായി തീരും. ഈ മുലയൂട്ടിയ സ്ത്രീയുടെ മറ്റു മക്കളൊക്കെ, അത് മുലയൂട്ടലിലൂടെയും പ്രസവത്തിലൂടെയൊക്കെ ആകാം, അങ്ങനെയുള്ള മക്കളൊക്കെ ഈ മുലയൂട്ടിയ കുട്ടിക്ക് സഹോദരങ്ങളായി തീരും. അങ്ങനെ വരുന്ന സഹോദരന്മാരുടെ മക്കൾ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരപുത്രന്മാരായി തീരും. ഈ രീതിയിൽ രക്തബന്ധത്തിലൂടെ പറഞ്ഞ 7 വിഭാഗവും മുലകുടി ബന്ധത്തിലൂടെയും മഹറമായി തീരും. ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞ നിബന്ധനകൾ? ഒന്ന്, കുട്ടിക്ക് 2 വയസ്സെത്തുന്നതിന് മുമ്പ് മുല കുടിച്ചിരിക്കണം, അതിനുശേഷമുള്ളത് പരിഗണിക്കില്ല. മറ്റൊന്ന്, 5 തവണ മുലപ്പാൽ കുടിച്ചിരിക്കണം. സാധാരണഗതിയിൽ 5 പ്രാവശ്യം എന്ന് പറയുന്ന രീതിയിൽ തവണകളായി ഇസ്ലാമികമായി പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിൽ നിന്ന് 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് മുലപ്പാൽ എത്തുന്നതിലൂടെ മഹറം എന്ന ബന്ധം രൂപപ്പെടുന്നു. ഒരേ വീട്ടിൽ താമസിക്കാൻ ഇടവരുന്ന മഹറമല്ലാത്തവർക്കിടയിലൊക്കെ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ അവർ അന്യരല്ലാതായി തീരുകയും പല തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. രക്തബന്ധത്തിലൂടെയും മുലകുടി ബന്ധത്തിലൂടെയും മഹറമാകുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇനി വിവാഹബന്ധത്തിലൂടെ മഹറമാകുന്നവരെ കുറിച്ചാണ്. ഒരാണിന് ഇങ്ങനെ വിവാഹബന്ധത്തിലൂടെ മഹറമാകുന്നവർ 4 ആണ്. ഒന്ന്, മകൻ്റെ ഭാര്യ, മകൻ്റെയും പേരക്കുട്ടികളുടെയൊക്കെ ഭാര്യമാർ ഒരാണിന് മഹറമാണ്, അന്യയല്ല. 2, ഉപ്പയുടെ ഭാര്യ, ഉപ്പയുടെയും ഉപ്പാപ്പയുടെയൊക്കെ മറ്റു ഭാര്യമാർ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം മഹറമാണ്. 3, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉമ്മ, ഉമ്മാമയൊക്കെ കല്യാണത്തോടു കൂടി അന്യയല്ലാതായി തീരുന്നു, മഹറമായി തീരുന്നു. 4, ഭാര്യയുടെ മറ്റു പെൺമക്കൾ. ഭാര്യയ്ക്ക് വേറെ ഭർത്താവിൽ പെൺമക്കളുണ്ടെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട്, നിക്കാഹ് മാത്രം പോരാ, നിക്കാഹിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവർ മഹറമായി തീരുന്നത്. ഇനി ഒരു പെണ്ണിന് കല്യാണത്തോടു കൂടി മഹറമായി തീരുന്നതും 4 ആൾക്കാരാണ്.
ഒന്ന് ഭർത്താവിൻ്റെ ഉപ്പ. ഭർത്താവിൻ്റെ ഉപ്പയും ഉപ്പാപ്പയൊക്കെ കല്യാണത്തോടു കൂടി മഹറമായി തീരും. രണ്ടാമത്തത് ഭർത്താവിൻ്റെ ആൺമക്കൾ. ഭർത്താവിന് മറ്റു ഭാര്യയിലൂടെ ആൺമക്കളുണ്ടെങ്കിൽ അവരൊക്കെ മഹറമാണ്, അന്യരല്ല. 3 മകളുടെ ഭർത്താവ്. മകളുടെയും അതുപോലെ തന്നെ മകളുടെയൊക്കെ ഭർത്താവ് ഒരു പെണ്ണിന് മഹറമായി തീരും. 4മത്തത് ഉമ്മയുടെ ഭർത്താവ്. ഉമ്മ മറ്റൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നിക്കാഹ് കൊണ്ട് മാത്രം മഹറമാകൂല, അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക കൂടി ചെയ്താൽ മാത്രമാണ് അവർ മഹറമായി തീരുന്നത്. ഈ പറഞ്ഞ 4 8 വിഭാഗം ആൾക്കാർ നേരത്തെയൊക്കെ പറഞ്ഞ പോലെയുള്ള മഹറം തന്നെയാണ്. എന്നാൽ കല്യാണം കഴിക്കുന്നതോടുകൂടി ഭാര്യയുടെ അനിയത്തിയെപ്പോലെ താൽക്കാലികമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്നവരുണ്ട്. അവരെക്കുറിച്ച് തുടർന്ന് പറയാം. മഹറമുകളെക്കുറിച്ച് പറയുമ്പോൾ ചോദിക്കാറുള്ള ഒരു കുസൃതി ചോദ്യമുണ്ട്. തൊട്ടാൽ ഒന്നുമുറിയില്ല, എന്നാൽ കെട്ടാനും പറ്റും. ആലോചിച്ച് തലവ് വെക്കണ്ട, കയറ് എന്നാണ് ഉത്തരം പറയാനുള്ളത്. കയറ് തൊട്ടാൽ ഒന്നുമുറിയില്ല, എന്നാൽ കയറ് കെട്ടാനും പറ്റും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്, തൊട്ടാൽ ഒന്നുമുറിയാത്തവരെയൊന്നും കെട്ടാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പറയുന്നത് നേരെ തിരിച്ച്, അവരെ തൊട്ടാൽ ഒന്നുമുറിയും എന്നാൽ കെട്ടാൻ പറ്റൂല. അങ്ങനെയുള്ള ചിലരുണ്ട്. താൽക്കാലികമായി വിവാഹബന്ധം നിഷിദ്ധമായവർ. ഒന്ന് ഭാര്യയുടെ സഹോദരിമാർ. ഭാര്യ ഉണ്ടായിരിക്കെ ഭാര്യയുടെ സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പാടില്ല, എന്നാൽ അവർ അന്യർ തന്നെയാണ്, തൊട്ടാൽ ഒന്നുമുറിയും, അവരെ കാണാൻ പറ്റൂല പോലത്തെ നിയമങ്ങളൊക്കെ ബാധകമാണ്. മറ്റൊന്ന് ഭാര്യയുടെ സഹോദരന്മാരുടെ പെൺമക്കൾ. അതും ഇതുപോലെ തന്നെയാണ്, ഭാര്യ ഉണ്ടായിരിക്കെ അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. മറ്റൊന്ന് ഭാര്യയുടെ ഉപ്പയുടെ പെങ്ങൾ, ഭാര്യയുടെ ഉമ്മയുടെ പെങ്ങൾ. ഇവരെയും ഭാര്യ ഉണ്ടായിരിക്കെ കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്. ഭാര്യ മരണപ്പെടുകയോ പൂർണ്ണമായി ത്വലാഖ് ചൊല്ലി ഒഴിവാവുകയോ ചെയ്താൽ ഈ പറഞ്ഞവരെയൊക്കെ കല്യാണം കഴിക്കാനും പറ്റും. ഇനി നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ്, എന്നാൽ ഇസ്ലാമികമായി മഹറമല്ല. അവരെക്കുറിച്ച് നമുക്ക് തുടർന്ന് പറയാം. രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും മുലകുടി ബന്ധത്തിലൂടെയും ഉണ്ടായിത്തീർന്ന മഹറമുകളെക്കുറിച്ച് നാം പറഞ്ഞു കഴിയുമ്പോൾ ആരൊക്കെയാണ് മഹറമല്ലാത്തവർ എന്നത് കൃത്യമാവുകയാണ്. പലപ്പോഴും മഹറമല്ലാത്ത പലരെയും നാം ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നതുകൊണ്ടോ അടുത്ത ബന്ധം ആണെന്നതുകൊണ്ടോ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ പോകാറുണ്ട്. അങ്ങനെയുള്ള ചിലരെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരന്മാർ മഹറമാണ്. പക്ഷേ അവരുടെ മക്കൾ, നമ്മൾ കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുന്നവർ മഹറം എന്ന ലിസ്റ്റിൽ പെടുന്നവരല്ല. അതുപോലെ തന്നെയാണ് ഉമ്മയുടെ സഹോദരൻ്റെ, അമ്മോൻ്റെയൊക്കെ മക്കൾ നമുക്ക് മഹറമായി തീരൂല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ. അപ്പോൾ അവരുമായുള്ള പരസ്പരം ഇടപഴകലുകളിൽ കൃത്യമായ അകലം പാലിക്കുന്നത് നമ്മൾ ശീലിക്കുക തന്നെ വേണം. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊക്കെ മതപരമായ നിയമങ്ങൾ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. ഇങ്ങനെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇവർ മഹറമല്ല എന്നതിൽ നിന്ന് മനസ്സിലായി അവരെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷേ മതപരമായി ഫത്ഹുൽ മുഈനിലൊക്കെ കാണാം, അടുത്ത ബന്ധത്തിൽ കല്യാണം കഴിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പറയുന്നത് ലിദുഉഫി ശഹ്വത്തിൻ, അവർ നമ്മുടെ അടുത്ത ബന്ധുക്കളായതുകൊണ്ട് തന്നെ സെക്ഷൽ അട്രാക്ഷൻ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ഫയജീഉൽ വലദു നഹീഫൻ, കല്യാണം കഴിച്ചുണ്ടാകുന്ന കുട്ടികൾ അത്ര ആരോഗ്യമില്ലാത്തവരായിരിക്കുമെന്ന് കിതാബുകളിൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പല ശാസ്ത്രീയ പഠനങ്ങളും ഇത് ശരിവെക്കുന്നുമുണ്ട്. മതകീയമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.